ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ യു.ഡി.എഫിന് വൻ മുന്നേറ്റമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞതെന്ന കെ.പി.സി.സി മീഡിയ വക്താവ് സേനാപതി വേണു. അടുത്ത തവണ ഉടുമ്പൻചോല മണ്ഡലം യു.ഡി.എഫിന് പിടിച്ചെടുക്കാൻ പറ്റുന്ന നിലയിലാണെന്നും വണ്ടൻമേട് പുറ്റടിയിൽ അദ്ദേഹം പറഞ്ഞു. CPM-ന് വലിയ സ്വാധീനമുള്ള രാജാക്കാട് മേഖലയിലും ഉടുമ്പൻചോല മണ്ഡലത്തിലെ മറ്റു പ്രദേശങ്ങളിലും 10 പഞ്ചായത്തുകളുണ്ടായിരുന്നതിൽ ഒന്നിൽ പോലും യു.ഡി.എഫിന് ഭരണം ഉണ്ടായിരുന്നില്ല. ഇത്തവണ 6 പഞ്ചായത്തുകൾ നേടാൻ കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് യു.ഡി.എഫിന് കാഴ്ചവെക്കാൻ കഴിയുന്നതെന്നും സേനാപതി വേണു പറഞ്ഞു. CPM-ന്റെ പ്രമുഖരായിട്ടുള്ള ഒട്ടനവധി നേതാക്കൾ, രാജാക്കാട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ CPM-ന്റെ ഒരു മക്കയാണ്. ഞങ്ങൾ 3 പതിറ്റാണ്ട് കാലം നീണ്ടുനിന്ന ഞങ്ങളുടെ തീവ്രമായ ഒരു പോരാട്ടം, ആ പോരാട്ടം വലിയ വിജയത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. രാജാക്കാട് പഞ്ചായത്ത് സമൂലം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ 10 ഗ്രാമപഞ്ചായത്തുകളിൽ ഞങ്ങളിപ്പോൾ 6 എണ്ണത്തിൽ ഒരെണ്ണം 5 എണ്ണം പൂർണ്ണമായും ഒരെണ്ണം പകുതിയും എത്തിയിരിക്കുന്നു. ഇനി ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സ്ഥിതിയാണെങ്കിലും ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥിതിയാണെങ്കിലും മൊത്തത്തിലുള്ള വോട്ടുകളുടെ എണ്ണം പരിശോധിച്ചാലും ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഏതാണ്ട് 1500 വോട്ട്, മൊത്തം പോൾ ചെയ്ത വോട്ടുകൾ ഇടതുമുന്നണിക്ക് ലഭിച്ചതും ഐക്യമുന്നണിക്ക് ലഭിച്ചതും UDF-ന് ലഭിച്ചതും പരിശോധിച്ചാൽ 1500 വോട്ടുകളുടെ ഭൂരിപക്ഷം ഇപ്പോൾ തന്നെ ഞങ്ങൾക്കുണ്ടായിരുന്നു. CPM ഭരിച്ചിരുന്ന മിക്ക പഞ്ചായത്തുകളും UDF-ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞുവെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉടുമ്പൻചോല മണ്ഡലം UDF-ന് നേടാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. വണ്ടൻമേട് പഞ്ചായത്തിലെ കോൺഗ്രസ് നേതൃത്വ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു കെ.പി.സി.സി മീഡിയ വക്താവ് സേനാപതി വേണു. സിറ്റി വിഷൻ, കുമളി.